മറിയ പറയാണ്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. ഒരു സ്വാഭാവിക തലത്തിൽ തൻ്റെ ഫിസിക്കൽ ബോഡിയോട് കാണാൻ പറ്റുന്ന ഒരു തലത്തിലല്ല ദൈവം സംസാരിക്കുന്നത്. സ്വാഭാവിക തലത്തിൽ മനസ്സിലാക്കേണ്ടിയതും പ്രാപിക്കേണ്ടതുമായ ഒരു സന്ദേശമല്ല ഇത്. ഈ കൺഫ്യൂഷനിൽ കൂടെ ഉണ്ടാകുന്ന ചില തോട്ട് പ്രോസസ്, കൺഫ്യൂഷൻ മുഖാന്തരം നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ്, ഇതെല്ലാം വരാനുള്ള കാരണം നാച്ചുറൽ മാനിൽ ദൈവിക ആലോചനകൾ സ്വീകരിക്കുമ്പോഴാണ്. ദൈവിക ആലോചനകൾ സ്പിരിറ്റ് മാനിലാണ് സ്വീകരിക്കേണ്ടത്. അകത്തെ മനുഷ്യൻ അല്ലെങ്കിൽ ആന്തരിക മനുഷ്യനിലാണ് സ്വീകരിക്കേണ്ടത്. അകത്തെ മനുഷ്യനിൽ സ്വീകരിക്കേണ്ടത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്നതാണ് പരിശുദ്ധാത്മാവ്. അകത്തെ മനുഷ്യൻ ബലപ്പെട്ടു വരുമ്പോൾ റിസൾട്ട് പുറത്തു വരികയാണ്. അകത്തെ മനുഷ്യനെ ബലപ്പെടുത്താനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ പുറത്തു നിന്ന് സൗഖ്യമല്ല, അകത്ത് നിന്ന് സൗഖ്യം അത് പുറത്ത് റിഫ്ലക്റ്റ് ചെയ്യും. കർത്താവ് എപ്പോഴും ഡീൽ ചെയ്യുന്നത് സ്പിരിറ്റ് മാനോട്, ആന്തരിക മനുഷ്യനോട്, അകത്തെ മനുഷ്യനോടാണ്. അതാണ് പൗലോസ് പറയുന്നത്, എൻ്റെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിക്കുന്നുവെങ്കിലും നാൾക്ക് നാൾ എൻ്റെ അകമനുഷ്യൻ ശക്തിപ്പെടുകയാണ്. നിങ്ങളുടെ അകത്ത മനുഷ്യൻ എത്ര സ്ട്രോങ് ആകുമോ പുറത്തെ മനുഷ്യനെ നിങ്ങൾക്ക് പുഷ്ടിപ്പെടുത്തുവാൻ കഴിയും.